സംസ്ഥാനത്തെ ഒരു സംഘം പത്രപ്രവർത്തകർ തിരുവനന്തപുരത്ത് നടത്തിയ തീവെട്ടിക്കൊള്ളയെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം പുറത്തുവിട്ടു. സർക്കാരിന്റെ ഭവന പദ്ധതി പ്രകാരം തിരുവനന്തപുരം പേരൂർക്കടയിൽ ഫ്ളാറ്റ് വാങ്ങിയ ശേഷം ഗഡുക്കൾ അടയ്ക്കാതെ 19,37 ലക്ഷം രൂപ പൊതുഖജനാവിന് നഷ്ടം വരുത്തിയെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട്. സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ തൂലിക പടവാളാക്കുകയും ദൃശ്യമാധ്യമങ്ങളിലൂടെ വ്യക്തികളുടെ ചെറിയ പിഴകളെ വരെ പൊലിപ്പിക്കുകയും ചെയ്യുന്ന പത്രപ്രവർത്തകരാണ് മാധ്യമ ലോകത്തിന് നാണക്കേടുണ്ടാക്കിയ ഫ്ളാറ്റ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പത്രപ്രവർത്തകർക്കായുള്ള ഭവന നിർമ്മാണ ബോർഡിന്റെ ഫ്ളാറ്റ് വാങ്ങിയ ശേഷം ഗഡുക്കളടയ്ക്കാതെ 18 വർഷമായി താമസിക്കുകയാണിവർ. തിരുവനന്തപുരം പേരൂർക്കടയിലെ NCC നഗറിലാണ് കോടികൾ വില വരുന്ന 1.5 ഏക്കറിലെ ജേർണലിസ്റ്റ് കോളനി എന്ന പേരിലുള്ള ഭവന സമുച്ചയം. 2 കിടപ്പുമുറികളുള്ള ഫ്ളാറ്റിന് 7,62,000 രൂപയും 3 മുറി ഫ്ളാറ്റിന് 10,28,000 രൂപയുമായിരുന്നു 2000-ൽ ഫ്ളാറ്റ് അനുവദിച്ചപ്പോൾ സർക്കാർ നിശ്ചയിച്ച തുക. 1.25 ലക്ഷം രൂപയായിരുന്നു ആദ്യ ഗഡു. മൊത്തം വിലയിൽ നിന്ന് ഹഡ്കോ 50,000 രൂപ സബ്സിഡിയും നൽകി. ബാക്കി 2,500 രൂപ മുതൽ 4,000 രൂപ വരെ പ്രതിമാസ ഗഡുക്കളായി അടയ്ക്കാനുള്ള അവസരവും നൽകിയിരുന്നു. എന്നാൽ ഫ്ളാറ്റ് വാങ്ങിയ 54 പേരും ഗഡുക്കൾ അടച്ചില്ല. മാത്രമല്ല 23 പേർ ഫ്ളാറ്റ് അനുവദിച്ചപ്പോഴുള്ള കരാറിന് വിരുദ്ധമായി വൻതുകയ്ക്ക് ഫ്ളാറ്റുകൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയുമാണ്. ജേർണലിസ്റ്റ് കോളനി അലോട്ടീസ് അസോസിയേഷനും ധനമന്ത്രി KM മാണിയും തമ്മിലെ ചർച്ചയിൽ തിരിച്ചടവ് തുകയിൽ ഇളവ് വരുത്താൻ ധാരണയായെങ്കിലും ഈ ധാരണ ഹൌസിംഗ് ബോർഡ് നിരസിച്ചു. പ്രചാരത്തിൽ മുന്നിലുള്ള മലയാള മനോരമയിൽ നിന്ന് 11 പേരും മാതൃഭൂമിയിൽ നിന്ന് 5 പേരുമാണ് ഫ്ളാറ്റ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. കുടിശ്ശിക അടയ്ക്കാത്തതിന്റെ പേരിൽ സാധാരണക്കാരനെ ഹൌസിംഗ് ബോർഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തെരുവാധാരമാക്കുകയും ഇത്തരം നടപടികളെ നിയമത്തിന്റെ പേരിൽ സർക്കാർ സാധൂകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു സംഘം പത്രപ്രവർത്തകർ സെക്രട്ടേറിയറ്റിൽ നിന്നും വിളിപ്പാടകലെ കോടികൾ വിലമതിക്കുന്ന ഫ്ളാറ്റുകൾ നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്നതെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്ന വസ്തുത. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.